CPIM നേതാവ് സത്യനാഥ് കൊലപാതക കേസിൽ അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. അതിന്റെ വിവരം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. വൈകിട്ടോടെ പ്രതി അഭിലാഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും. ആയുധം കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണ്. ഇന്ന് തെളിവെടുപ്പിന് സാധ്യതയില്ല എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. സമീർ. റിജിത്ത്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആഴത്തിലുള്ള മുറിവാണ് സത്യനാഥിന്റെ ദേഹത്ത് ഉള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്ത് ആയുധം ഉപയോഗിച്ചാണ് പ്രതി കൊലപ്പെടുത്തിയത് എന്ന് സംബന്ധിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പ്രതി ആയുധം സംബന്ധിച്ച് ഇതുവരെയും പോലീസിന് മൊഴി നൽകിയിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് ഇത്ര ആഴത്തിലുള്ള മുറിവേൽപ്പിക്കുക വലിയ ബുദ്ധിമുട്ടാണ്. അത്തരത്തിലുള്ള ഒരു സാധ്യത എന്നാൽ പോലീസ് തള്ളിക്കളയുന്നുമില്ല. ആ ഒരു സാഹചര്യത്തിലാണ് എന്ത് ആയുധം ഉപയോഗിച്ചാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് കണ്ടെത്താൻ വേണ്ടിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. പ്രതിയുമായി ബന്ധപ്പെട്ട് പ്രതിയിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ ഇതുവരെയും പോലീസ് ലഭിച്ചിട്ടില്ല എന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ കേസ് വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കേസാണ്. കൊല്ലപ്പെട്ടിരിക്കുന്നത് CPIMന്റെ നേതാവാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. കോഴിക്കോട് റൂറൽ SP നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് വിപുലമായ അന്വേഷണമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. നിലവിൽ അഭിലാഷ് എന്ന ചെറുവട്ടൂർ സ്വദേശി മാത്രമാണ് കേസിലെ പ്രതി. എന്നാൽ മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സഹായമോ ആരുടെയെങ്കിലും മറ്റേ പ്രചോദനമോ ഇത്തരത്തിലുള്ള ഈ സംഭവത്തിന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. അത്തരം ഒരു ആരോപണം CPIM മുന്നോട്ട് വെക്കുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വിപുലമായിട്ടുള്ള ഒരു അന്വേഷണം വേണം എന്നുള്ള ഒരു പശ്ചാത്തലത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരൊക്കെയാണ് ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടാവുക എന്നത് സംബന്ധിച്ചുള്ള തീരുമാനം വരുന്നതേ ഉള്ളൂ. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ നിലവിൽ തീരുമാനമായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുമുണ്ട്. ഇപ്പോൾ ഈ സംഭവത്തിൽ പ്രതിയുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തും. ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയാണ് ഈ ഒരു കൊലപാതകം ഉണ്ടായത്. രാത്രി 10 മണിയോടുകൂടെ ചെറുവട്ടൂരിലെ ക്ഷേത്രാങ്കണത്തിൽ വെച്ചുകൊണ്ടായിരുന്നു കൊലപാതകം. ആ 10 മണിയോടുകൂടെ ഉണ്ടായ സംഭവത്തിൽ അതിനുശേഷമാണ് പ്രതി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കൊണ്ട് കീഴടങ്ങുന്ന ഘട്ടമുണ്ടായത്. അതിനുശേഷം ഇപ്പോൾ സമയം ഏറെ പിന്നിടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നതിന് പരിമിതിയുണ്ട്. അതിനാൽ തന്നെ വൈകാതെ തന്നെ വേഗത്തിൽ ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. ഉടൻ തന്നെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുകയും ചെയ്യും. ഇന്ന് തെളിവെടുപ്പിനുള്ള ഒരു സാധ്യത കാണുന്നില്ല എന്ന കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം ഉദ്യോഗസ്ഥരെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ഇൻക്വസ്റ്റ് നടപടികളിലും ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളുമായിരുന്നു. കൂടാതെ ഇന്ന് ഈ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ CPIM ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. കൊയിലാണ്ടി നഗരസഭാ പരിധിയിലും കൂടാതെ 4 പഞ്ചായത്തുകളിലും ഹർത്താൽ പുരോഗമിക്കുന്നുമുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ സുരക്ഷ ഒരുക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. വിവിധയിടങ്ങളിൽ പൊതുദർശനമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് തെളിവെടുപ്പിനുള്ള സാധ്യതയില്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു. സത്യനാഥിന്റെ മൃതദേഹവുമായുള്ള വിലാപയാത്ര തുടങ്ങിയിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ അന്തിമോപചാരം അർപ്പിക്കുന്നുണ്ട് പാർട്ടിയുടെ പ്രവർത്തകർ. മൃതദേഹം 5 മണിക്ക് സത്യനാഥിന്റെ വീട്ടിലെത്തിക്കും. 8 മണിക്ക് സംസ്കാരം വീട്ടുവളപ്പിൽ നടക്കും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരം.